ഹായ് ഓൾ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട് സ്പെഷ്യൽ. നമുക്കിന്നൊരു പ്ലം കേക്ക് തയ്യാറാക്കാം. ഇതിനു മുമ്പ് നമ്മൾ പ്ലം കേക്കിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് അതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് പഞ്ചസാരയൊന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാനിലേക്ക് എടുത്ത് കുറച്ച് സമയം ഒന്ന് അനക്കാതെ വെക്കുക. എന്നിട്ട് മെൽറ്റായി തുടങ്ങിക്കഴിയുമ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശ്രദ്ധിച്ച് വേണം ഒഴിക്കാൻ. ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് മാറി നിന്ന് വെള്ളം ഒഴിച്ച് വീണ്ടും നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് തയ്യാറായി. ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം വേണം കേക്കിലേക്ക് ആഡ് ചെയ്യാൻ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം 1 കപ്പ് എടുത്തു, അതിലേക്ക് 1/2 കപ്പ് മൈദയും കൂടെ ചേർക്കാം. ഇനി ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി, അത് 1 നുള്ളു മതി, അധികം വേണ്ട. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സ്പൈസ് പൗഡറാണ്. 1 കഷ്ണം പട്ടയും 4-5 ഗ്രാമ്പൂവും കുറച്ച് പഞ്ചസാര, ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തൊന്ന് പൊടിച്ചതാണ്. ഇനി ചേർക്കുന്നത് ഓരോ ടീസ്പൂൺ വെച്ച് ജാതിക്ക പൊടിയും ചുക്കുമാണ്. അപ്പോൾ ഇതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ജാതിക്ക, ചുക്ക്, ഇത്രയുമാണ് സ്പൈസസ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇടഞ്ഞെടുക്കാം. ഒരു 2-3 പ്രാവശ്യം ഒന്ന് ഇടഞ്ഞെടുത്താൽ അത്രയും നല്ലത്. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇടഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത മാവിൽ നിന്ന് തന്നെ 1-2 ടേബിൾ സ്പൂൺ എടുത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട് മിക്സിലേക്ക് ചേർക്കുക. ഇത് റമ്മിൽ സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് ആണ്. സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഫ്രൂട്ട്സ് ഒരേപോലെ മിക്സ് ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ കേക്ക് ബേക്ക് ആകുന്ന സമയത്ത് അത് അടിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മുട്ടയൊന്ന് റെഡിയാക്കി വെക്കാം. 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം. അത് വെള്ളമയം ഇല്ലാത്ത ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് ബീറ്റ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ മുട്ടയുടെ ഒരു മണം മാറാനായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അത് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് റമ്മിൽ സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്, 1/4 കപ്പ്. അതിന് പകരം ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോഴും ഈ ഏകദേശം സെയിം അളവ് വരുന്നത് പോലെ കുറച്ച് ഓറഞ്ച് ജ്യൂസിൽ കുതിർത്ത് 1-2 മണിക്കൂർ വെച്ചതിന് ശേഷം ഇതേപോലെ തന്നെ നമുക്ക് സെയിം രീതിയിൽ കേക്ക് തയ്യാറാക്കാം. ഇപ്പോൾ വാനില എസൻസ് ചേർത്ത് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പതയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 100 ഗ്രാം ബട്ടർ എടുക്കുക. അതും റൂം ടെമ്പറേച്ചറിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം. അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ക്രീം ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ കളറൊന്ന് മാറി ഒരു ലൈറ്റ് കളറിലേക്ക് വരും. അതിനുശേഷം അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. അത് 1 കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ബ്രൗൺ ഷുഗർ കുറേശ്ശെ ചേർത്ത് ബട്ടറിൻ്റെ കൂടെ നന്നായിട്ട് ക്രീം ചെയ്തെടുക്കാം. ബ്രൗൺ ഷുഗർ അളന്നെടുക്കുമ്പോൾ കപ്പിൽ നന്നായിട്ട് അമർത്തി അളന്നെടുക്കണം, എന്നാൽ മാത്രമേ അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതിങ്ങനെ കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ ക്രീം ചെയ്തെടുത്തു. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മുമ്പേ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന എഗ്ഗാണ്. 3 മുട്ട നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മുട്ട ചേർക്കുന്ന സമയത്ത് ഇത് കുറച്ചൊന്ന് പിരിഞ്ഞതുപോലെ തോന്നും ഈ ഒരു ബാറ്റർ. അത് കുഴപ്പമില്ല. ഇത് നമ്മൾ ഇതിലേക്ക് പൊടികളും കൂടെ ചേർക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും. അതുപോലെ മുട്ട ഒക്കെ ചേർത്ത് കഴിഞ്ഞ് ഒരുപാട് ഇട്ടങ്ങ് നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. ബട്ടറിന് പകരം വെജിറ്റബിൾ ഓയിൽ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് ഈ കേക്ക് തയ്യാറാക്കാം. പക്ഷേ ബട്ടർ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നതെങ്കിൽ 1/2 കപ്പ് മൈദയ്ക്ക് 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലിക്വിഡ് ഗ്ലൂക്കോസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ലിക്വിഡ് ഗ്ലൂക്കോസിലേക്ക്
1 ടീസ്പൂൺ വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇത് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അത് ഇതുപോലെ നല്ലതുപോലെ മെൽറ്റായിട്ട് വരും. അപ്പോൾ ഇത് ആ കേക്കിൻ്റെ ടെക്സ്ചർ നല്ല സോഫ്റ്റ് ആകാനായിട്ട് ഇത് സഹായിക്കും. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടറും പഞ്ചസാരയും മുട്ടയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടാണ്. അതിലേക്ക് ലിക്വിഡ് ഗ്ലൂക്കോസും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയായി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഇടഞ്ഞു വെച്ചിരിക്കുന്ന മൈദ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യും. അപ്പോൾ മൈദ ഒരുമിച്ചിട്ട് കൊടുക്കണ്ട, അത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് അധികം ബലം കൊടുക്കാതെ വളരെ സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മൈദ ചേർക്കുന്ന കൂടെ നമുക്ക് ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൈദാപ്പൊടി ചേർത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിലേക്ക് 1/2 കപ്പ് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് നട്ട്സ് എടുത്താലും കുഴപ്പമില്ല, ആൽമണ്ട്സോ അല്ലെങ്കിൽ വാൾനട്ട്സോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂനട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് ചോപ്പ് ചെയ്തത് 1/2 കപ്പാണ് എടുക്കുന്നത്. കാഷ്യൂനട്ട്സ് ചേർത്ത കൂടെ ഞാൻ ആ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മൈദയിൽ നിന്ന് 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിരുന്നു. അതുകൂടാതെ കാഷ്യൂനട്ട്സ് ചേർത്തപ്പോൾ ആ കൂടെ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് ബാച്ച് മൈദ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പതുക്കെയാണ്, വളരെ സോഫ്റ്റായിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അതിങ്ങനെ സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ. ഇനി അടുത്ത ബാച്ച് മൈദ ചേർക്കുകയാണ്. ആ കൂടെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ക്യാരമൽ സിറപ്പിൽ നിന്ന് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ പല ബാച്ചുകളായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മൈദ എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. മൈദ ചേർക്കുന്ന കൂടെ തന്നെ കുറേശ്ശെ ക്യാരമൽ സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരമൽ സിറപ്പ് തയ്യാറാക്കുമ്പോൾ ഒരുപാടങ്ങ് കുറുക്കി വാങ്ങരുത്, കാരണം അത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കാകും. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുറുക്കിയാണ് വാങ്ങുന്നതെങ്കിൽ അതിരുന്നങ്ങ് ഹാർഡായി പോകും. ഇൻ കേസ് അങ്ങനെ ഹാർഡായി പോകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നല്ല തിളയ്ക്കുന്ന വെള്ളം കുറച്ചൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പെട്ടെന്ന് തന്നെ അതൊന്ന് ലൂസായി അല്ലെങ്കിൽ മെൽറ്റായി വന്നോളും. നമ്മൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കണ്ടു നോക്കണം. ഇപ്പോൾ ഫ്രൂട്ട്സ് ഒരു മാസമെങ്കിലും കുറഞ്ഞത് സോക്ക് ചെയ്ത് വെച്ചാൽ കേക്കിന് അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ സെയിം റെസിപ്പി തന്നെ ഓറഞ്ച് ജ്യൂസിൽ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഏകദേശം തയ്യാറായി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഫ്രൂട്ട്സ് ചേർക്കുമ്പോഴും ഒരുമിച്ച് ചേർക്കണം എന്നില്ല. ഇളക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ 2 or 3 ബാച്ചായിട്ട് ചേർത്ത് വളരെ സോഫ്റ്റായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 2 ചെറിയ കേക്ക് ടിന്നിലാണിത് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ 1/2 കിലോയുടെ 2 കേക്ക് കിട്ടും. ഇനിയിപ്പോൾ വലിയ കേക്കാണ്, 1 കിലോയുടെ കേക്കാണ് തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു മോൾഡ് എടുത്ത് അതിൽ വേണമെങ്കിലും ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡിസ്പോസിബിൾ കേക്ക് ടിന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കേക്ക് ടിൻ എപ്പോഴും ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്തതിന് ശേഷം അതിലേക്ക് ബാറ്റർ ഒഴിക്കുന്നതാണ് എളുപ്പം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇത് രണ്ടിലും ഒരേപോലെ സെയിം ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത്. മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ചൂടായതിനു ശേഷം നമുക്ക് കേക്ക് ടിൻ അതിലേക്ക് വെച്ച് ഏകദേശം ഒരു 45 മുതൽ 50 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓവൻ പ്രീഹീറ്റായി 10 മിനിറ്റ് കഴിഞ്ഞു.
ഇനി ഇതിലേക്ക് കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ കേക്ക്സ് ആയതുകൊണ്ട് 2 എണ്ണം ഒരുമിച്ചാണ് ബേക്ക് ചെയ്യുന്നത്. ഇനി ആദ്യം ഒരു 45 മിനിറ്റ് വെക്കുക. അതിനുശേഷം ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കുക. അത് കറക്റ്റായിട്ട് ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. അതല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാവൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉൾഭാഗം വേകാനുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ എക്സ്ട്രാ കൊടുക്കുക. ഇപ്പോൾ ഇതാ കേക്ക് ഇവിടെ കറക്റ്റായിട്ട് ബേക്കായിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതാ കേക്ക് ഞാനൊരു 2 ദിവസത്തിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. ബേക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു സമയത്ത് ഇതിൻ്റെ സൈഡ്സ് എല്ലാം കുറച്ച് ക്രിസ്പി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം വെച്ചതിന് ശേഷം കട്ട് ചെയ്യുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത്. മാത്രമല്ല അതിൻ്റെ ടേസ്റ്റും നന്നായിട്ട് കൂടും. അപ്പോൾ ആ കേക്ക് ഉണ്ടാക്കുന്ന അതേ ദിവസം തന്നെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഞാനത് ഡീമോൾഡ് ചെയ്തെടുത്തു. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഒരു കളറുണ്ട് ക്യാരമൽ സിറപ്പിൻ്റെ. എന്നാൽ ഒരുപാട് അങ്ങ് ഡാർക്കും അല്ല. അതേപോലെ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ സ്പ്രെഡ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചേർത്ത ആ സ്പൈസസിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. നീ വന്നപ്പോ എടുത്തു നോക്കിയായിരുന്നു എന്തൊക്കെയാ പടക്കം ഉള്ളതെന്ന്? അതിന്റെ കൂടെ വീടിപ്പടക്കം ഉണ്ടായിരുന്നോ?